ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ് കാണിക്കുന്നത്. അതായത് ലിവിംഗ് റൂമിലും നമുക്ക് അതുപോലെ ബെഡ്റൂമിലൊക്കെ ഡെക്കറേഷന് വേണ്ടി വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പുറത്തും വെക്കാൻ കുഴപ്പമൊന്നുമില്ല. രണ്ട് കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചാർട്ട് പേപ്പർ ഒരെണ്ണം വേണം. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഗ്രീൻ കളറാണ് മേടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അതുപോലെ തന്നെ ഗ്ലിറ്റർ പോലത്തെ ഡെക്കറേഷൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ 2 കളർ എടുത്തത്, ഗ്രീനും ഗോൾഡനും. പക്ഷെ 3 കളറിൽ അല്ലെങ്കിൽ 3 പീസ് വേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ മേടിക്കുമ്പോൾ ചാർട്ട് പേപ്പറിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു 3 എണ്ണം എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചാർട്ട് പേപ്പറിനെ കോൺ ഷേപ്പിൽ ചുരുട്ടിയെടുക്കുക. അതായത് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് വരുന്ന പോലെ കോൺ ഷേപ്പ്, അത്രയേ ഉള്ളൂ. ചുരുട്ടിയെടുത്തിട്ട് നമ്മളതുമ്മേ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പശ വെക്കുന്നതിൽ നല്ലത് സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നതാണ്. എന്നിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ താഴെ കറക്റ്റ് സർക്കിളായിട്ട് വരണം. എന്നാലാണ് ട്രീ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കത്തര വെച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗം ഒന്ന് വെട്ടിക്കളഞ്ഞ് കറക്റ്റ് സർക്കിൾ ഷേപ്പിലാക്കി എടുക്കും വേണം. അപ്പോൾ എന്തായാലും അത് മുറിച്ച ശേഷം കറക്റ്റ് വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഗിൽറ്റ് നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിച്ചത്. പെട്ടെന്ന് പരിപാടി കഴിയുന്ന ഹോട്ട് ഗ്ലൂ ആണ് നല്ലത്. പക്ഷേ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പശ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുകയാണെങ്കിലും ഒട്ടിപ്പിടിക്കും. ഫെവിക്കോൾ വെച്ചിട്ട് കുറച്ച് സമയം എടുക്കും, പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഹോട്ട് ഗ്ലൂവോ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ പശ വെച്ചിട്ടോ നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഞാൻ 2 കളർ ഉപയോഗിക്കുന്നത്. രണ്ടും ഒട്ടിച്ച് വെച്ച ശേഷം ഇങ്ങനെ പിരിച്ച് കൊണ്ടുവരാം. ഫുൾ അത് ഇടയിൽ പശ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചെരിഞ്ഞ പോലെ ഡിസൈനിൽ കൊടുക്കണം. സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ ആക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ ഒരു ചെരിഞ്ഞ് വരുന്ന ഡിസൈനാണ് ചെയ്തത്. പക്ഷേ 2 ഗിൽറ്റ് പേപ്പർ വെച്ചിട്ട് എനിക്കത് ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അത് ചിലപ്പോൾ ഇത്തിരി കൂടുതലായാലും ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. കാരണം കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് ഫുൾ പോർഷൻ കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു 3 എണ്ണം മേടിച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് നല്ല ഭംഗി ഉണ്ടാവും, നല്ല തിളക്കം ഉണ്ടാവും. പ്രത്യേകിച്ച് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ വേണമെങ്കിൽ ഒരെണ്ണമായിട്ടും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് കുട്ടികളുടെ റൂമിലേക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്ത വേറൊരു ട്രീ ആണ്. ഇതേ സെയിം പരിപാടി തന്നെ, പക്ഷേ വേണ്ടത് ഐറ്റംസ് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ചാർട്ട് പേപ്പർ വേണം. അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള ചൈന പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് റെഡ് പേപ്പറും കുറച്ച് ഗോൾഡൻ കളർ പേപ്പറുമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഷീറ്റൊക്കെ മതിയാവും. പിന്നെ ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവി ബോണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ സ്പ്രേ. പിന്നെ സെല്ലോ ടേപ്പും കത്തര. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ചാർട്ട് പേപ്പർ കോൺ ഷേപ്പിൽ ചുരുട്ടിയെടുക്കുകയാണ്. എന്നിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നു. സെയിം പരിപാടിയാണ് നേരത്തെ പോലെ തന്നെ. എന്നിട്ട് കറക്റ്റ് ഷേപ്പിന് അത് മുറിച്ചെടുക്കുക. ഇനിയത്തെ പരിപാടിയാണ് വ്യത്യാസമുള്ളത്. അതായത് നമ്മൾ ചൈന പേപ്പർ എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നീളത്തിൽ ഫോൾഡ് ചെയ്യും. ഇപ്പോൾ ഫുൾ ചൈന പേപ്പർ എത്ര നീളം ഉണ്ടാവും, ഒന്ന് നീളത്തിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മളതുമ്മ അങ്ങനെ കത്തര വെച്ചിട്ട് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട്, ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ നിങ്ങൾക്ക് കുഞ്ഞ് പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് കൊടുക്കാം. വീതി കൂടുതൽ വേണമെങ്കിൽ വീതിയിൽ മുറിച്ചെടുക്കാം. അരങ്ങ് കെട്ടുന്ന പോലെ അതുപോലെ മുറിച്ചെടുത്തിട്ട് ഇത് ഫുള്ള് നമ്മൾ ക്രിസ്മസ് ട്രീമേ ചുറ്റും ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫെവി ബോണ്ട്. ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിക്കണേ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കാത്തതാണ്. ഒരെണ്ണം വയ്ക്കുക, അതിൻ്റെ തൊട്ട് മേലെ അടുത്തത് വയ്ക്കുക. ഇത്തിരി ചുളിവ് വരും, കാരണം നമ്മളത് ഇത്തിരി കർവ് ആയിട്ടുള്ള ഡിസൈനാണല്ലോ, അതുകൊണ്ട്. പക്ഷെ കുഴപ്പമില്ല, ടോപ്പിൽ എത്തി കഴിയുമ്പോൾ അതൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഫുള്ള് മേൽഭാഗം വരെ ഒട്ടിച്ചു കൊടുക്കുക. അത് അത്ര തിളക്കൊന്നും ഉണ്ടാവില്ല. ഷൈനിങ് ഉള്ള പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ തിളക്കുണ്ടായിരിക്കും. എന്നിട്ട് ഫുൾ ടോപ്പ് വരെ ഒട്ടിച്ച ശേഷം ചെറിയ ഞാൻ നേരത്തെ കാണിച്ചെന്ന റെഡ് കളർ പേപ്പറും അതുപോലെ ഗോൾഡൻ പേപ്പറും വെച്ചിട്ട് സർക്കിൾ മുറിച്ചെടുത്തിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ടോപ്പിൽ ഒരു സ്റ്റാറിൻ്റെ ഡിസൈനിൽ വെട്ടി അതും കൂടി ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കണം. മക്കളോടും പറയണം, അവരെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിപ്പിക്കണം. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവരോടും ബൈ ബൈ.